നമസ്കാരം. ആധുനിക ദക്ഷിണേഷ്യൻ പ്രതിരോധ മേഖലയിൽ പുതിയൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന തന്ത്രപരമായ സഹകരണം. പാകിസ്ഥാൻ വ്യോമസേനയെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ചൈനീസ് നിർമ്മിത J-10CE യുദ്ധവിമാനങ്ങളുടെ അതിലോലമായ സാങ്കേതിക വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിച്ചേക്കുമെന്ന ഭയമാണ് ഇപ്പോൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ വിഭാഗം പങ്കുവയ്ക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ ചൈനീസ് ആയുധ പ്ലാറ്റ്ഫോമുകളുടെ രഹസ്യങ്ങൾ ചോരുമോ എന്ന ആശങ്ക പാകിസ്ഥാൻ സൈനിക മേധാവികളെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ഇന്ത്യയുടെ റഫാൽ, സുഖോയ് 30 MKI തുടങ്ങിയ വിമാനങ്ങളെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ കരുതി വച്ചിരുന്ന പ്രധാന ആയുധമാണ് J-10CE എയർക്രാഫ്റ്റുകൾ. എന്നാൽ മൂന്നാം കക്ഷികളിലൂടെയുള്ള വിവര കൈമാറ്റം തങ്ങളുടെ പ്രതിരോധ മുൻകൈയെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭയപ്പെടുന്നത്. 2022 മുതൽ പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന J-10CE വിമാനങ്ങൾ അവരുടെ വ്യോമസേനയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. അത്യാധുനിക AESA റഡാറുകൾ, ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റങ്ങൾ, ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങൾ, ദൂരപരിധിയേറിയ PL-15 മിസൈലുകൾ എന്നിവ ഈ വിമാനങ്ങളുടെ പ്രത്യേകതയാണ്. ഒപ്പം പൈലറ്റുമാരുടെ സാഹചര്യം വിലയിരുത്താനുള്ള ഓഗ്മെന്റഡ് റിയാലിറ്റി ഹെൽമറ്റുകൾ കൂടി ചേരുമ്പോൾ ഈ വിമാനങ്ങൾ ആകാശ പോരാട്ടങ്ങളിൽ വലിയൊരു ശക്തിയായി മാറുന്നു. എന്നാൽ ഉസ്ബെക്കിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രതിരോധ ബന്ധങ്ങൾ ചൈനീസ് ആയുധ സാങ്കേതിക വിദ്യകളിലേക്ക് ദില്ലിക്ക് പരോക്ഷമായി പ്രവേശനം നൽകിയേക്കാമെന്നാണ് പാകിസ്ഥാൻ ഇൻ്റലിജൻസിൻ്റെ കണ്ടെത്തൽ. ഉസ്ബെക്കിസ്ഥാൻ സൈനികരുമായോ പ്രതിരോധ കരാറുമായോ ഉള്ള ഇടപെടലുകളിലൂടെ ചൈനീസ് യുദ്ധവിമാനങ്ങളുടെ സാങ്കേതിക മാനുവലുകൾ, പരിപാലന രീതികൾ, ഏവിയോണിക്സ് ഡാറ്റ എന്നിവയിലേക്ക് ഇന്ത്യക്ക് പ്രവേശനം ലഭിച്ചേക്കുമോ എന്നാണ് പാകിസ്ഥാൻ്റെ ആശങ്ക. റഡാർ ഫ്രീക്വൻസികൾ, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ, മിസൈൽ സംയോജന രീതികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യ മനസ്സിലാക്കിയാൽ അത് J-10CE വിമാനങ്ങളെ നേരിടാനുള്ള പ്രതിരോധ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്താൻ ഇന്ത്യയെ സഹായിക്കുമെന്ന് പാകിസ്ഥാൻ ഭയപ്പെടുന്നു. ചൈനീസ് നിർമ്മിത പ്ലാറ്റ്ഫോമുകളുടെ വിവരങ്ങൾ ഇന്ത്യ ചോർത്തിയെടുക്കുന്നത് തങ്ങളുടെ തന്ത്രപരമായ മുൻതൂക്കത്തെ സാരമായി ബാധിക്കും എന്നതിനാൽ പാകിസ്ഥാൻ ഇൻ്റലിജൻസ് വിഭാഗം ഇതിനകം തന്നെ ഉന്നത നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ചൈനീസ് ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധ ഇടപെടലുകൾ കൂടുതൽ നിരീക്ഷിക്കണമെന്നും സുരക്ഷാ പ്രോട്ടോക്കോളുകൾ കർശനമാക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഭാവിയിൽ PL-17 അൾട്രാ ലോങ് റേഞ്ച് മിസൈലുകളും J-35 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങളെയും ഈ സാഹചര്യം പ്രതികൂലമായി ബാധിച്ചേക്കാം. ഒറ്റ വിതരണക്കാരെ മാത്രം ആശ്രയിക്കുന്നതിൻ്റെ അപകട സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ സംഭവം ദക്ഷിണേഷ്യയിലെ പ്രതിരോധ രംഗത്തെ സങ്കീർണമായ സമവാക്യങ്ങളെയാണ് വീണ്ടും പുറത്തു കൊണ്ടുവരുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഉസ്ബെക്കിസ്ഥാൻ തങ്ങളുടെ വ്യോമസേനയെ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ചൈനീസ് പ്രതിരോധ രംഗവുമായി അടുക്കുകയും ഒടുവിൽ J-10CE വിമാനങ്ങൾ സ്വന്തമാക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഉസ്ബെക്കിസ്ഥാൻ ഈ വിമാനങ്ങൾ സ്വന്തമാക്കുന്നതിനായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് 2025 ജൂലൈയിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധ മന്ത്രി മേജർ ജനറൽ ഷുഖ്രാത് ഖൽമുഖൈഡോവ് തങ്ങൾ ചൈനയുമായി 24 J-10C യുദ്ധവിമാനങ്ങൾക്കായുള്ള കരാറിൽ ഒപ്പുവെച്ച വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെയാണ്. കരാറിൻ്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ഓർഡർ ചെയ്ത വിമാനങ്ങളിൽ ചിലത് ഉസ്ബെക്കിസ്ഥാൻ വ്യോമസേനയ്ക്ക് ലഭിച്ചു കഴിഞ്ഞതായും രാജ്യത്തെ നൂറുകണക്കിന് പൈലറ്റുമാരും സാങ്കേതിക വിദഗ്ധരും ചൈനയിൽ വന്ന് പ്രത്യേക പരിശീലനം നേടിയതായും റിപ്പോർട്ടുകളിലുണ്ട്. സോവിയറ്റ് കാലഘട്ടത്തിലെ പഴഞ്ചൻ MiG-29, സുഖോയ് 27 വിമാനങ്ങൾ ഘട്ടം ഘട്ടമായി ഒഴിവാക്കിക്കൊണ്ടാണ് ഉസ്ബെക്കിസ്ഥാൻ J-10CE വിമാനങ്ങളിലേക്ക് തങ്ങളുടെ വ്യോമസേനയെ മാറ്റിയത്. അതേസമയം തന്നെ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധങ്ങളും പ്രതിരോധ സഹകരണങ്ങളും സമീപകാലത്തായി അതിവേഗമാണ് ശക്തമാകുന്നത്. മധ്യേഷ്യൻ മേഖലയിലെ ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയായ ഉസ്ബെക്കിസ്ഥാനുമായി സൈനിക വിദ്യാഭ്യാസം, പ്രതിരോധ ഉൽപ്പാദനം, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം പുതിയ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട്. പരമ്പരാഗതമായി നിലനിന്നിരുന്ന നയതന്ത്ര ബന്ധങ്ങൾക്കുമപ്പുറം ഇരു രാജ്യങ്ങളുടെയും ദേശീയ സുരക്ഷയെയും സായുധ സേനകളുടെ നവീകരണത്തെയും മുൻനിർത്തിയുള്ള സുപ്രധാനമായ പ്രതിരോധ ഇടപാടുകളും ചർച്ചകളുമാണ് ഇപ്പോൾ നടന്നു വരുന്നത്.
ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകയാണ് ദസ്തിക് എന്ന പേരിൽ വർഷം തോറും മാറി മാറി ഇന്ത്യയിലും ഉസ്ബെക്കിസ്ഥാനിലുമായി നടത്തിവരുന്ന സംയുക്ത സൈനിക പരിശീലനം. ഇതിൻ്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെയും കരസേനകളും വ്യോമസേനയും സംയുക്തമായി പർവ്വത പ്രദേശങ്ങളിലെയും അർബൻ മേഖലകളിലെയും ഭീകരവാദ വിരുദ്ധ പോരാട്ടങ്ങൾ പരിശീലിക്കുകയും തന്ത്രപരമായ വിവരങ്ങളും സാങ്കേതിക അറിവുകളും പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഈ പരിശീലന പരമ്പരയുടെ 7ാമത് എഡിഷൻ ഉസ്ബെക്കിസ്ഥാനിലെ നാമാങ്കാൻ മേഖലയിൽ വിജയകരമായി പൂർത്തിയായും കഴിഞ്ഞു. കൂടാതെ ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിലുള്ള ജോയിന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ സ്ഥിരമായി നടക്കുകയും ഉസ്ബെക്ക് സൈനിക ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യയുടെ പ്രമുഖ പ്രതിരോധ സ്ഥാപനങ്ങളിൽ പരിശീലനം നൽകുന്നത് ഉൾപ്പെടെയുള്ള സുപ്രധാന ധാരണകൾ യാഥാർത്ഥ്യമാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം പ്രതിരോധ വ്യവസായ രംഗത്തെ സഹകരണമാണ്. ഇന്ത്യയുടെ തദ്ദേശീയമായ പ്രതിരോധ നിർമ്മാണ ശേഷിയും സാങ്കേതിക കൈമാറ്റങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ സൈനിക ആയുധ ശേഖരം നവീകരിക്കാൻ ഉസ്ബെക്കിസ്ഥാൻ ഇപ്പോൾ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ ഉപകരണങ്ങളുടെ പരിപാലനം, സാങ്കേതിക കൈമാറ്റം, സപ്ലൈ ചെയിൻ സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ തലത്തിലുള്ള ധാരണകളും ചർച്ചകളും പുരോഗമിക്കുന്നു. മധ്യേഷ്യയിലെ ഭീകരവാദത്തെ ചെറുക്കുന്നതിനും സുസ്ഥിരത ഉറപ്പാക്കുന്നതിനും ഇന്ത്യ നൽകുന്ന പിന്തുണ ഉസ്ബെക്കിസ്ഥാൻ വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. സംയുക്ത അഭ്യാസത്തിലൂടെ ഇന്ത്യക്ക് ചൈനീസ് വിമാന രഹസ്യങ്ങൾ കിട്ടുമോ എന്ന പാകിസ്ഥാൻ്റെ ആശങ്ക അത്ര ചെറുതല്ല എന്നാണ് യാഥാർത്ഥ്യം. ആധുനിക വ്യോമയുദ്ധ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത തന്ത്രപരമായ പ്രാധാന്യമുള്ള ഒന്നാണ് ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളുടെ സാങ്കേതിക രഹസ്യങ്ങൾ ചോർത്തുകയോ സ്വന്തമാക്കുകയോ ചെയ്യുക എന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സങ്കീർണമായ അതിർത്തി സുരക്ഷാ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയുടെ കരുത്തായ ചൈനീസ് നിർമ്മിത J-10C 4.5 ജനറേഷൻ യുദ്ധവിമാനങ്ങളുടെ സാങ്കേതിക വിവരങ്ങൾ ഇന്ത്യക്ക് ലഭിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണത്തിലൂടെയോ സംയുക്ത അഭ്യാസത്തിലൂടെയോ ഇത്തരത്തിലുള്ള നിർണായക വിവരങ്ങൾ ഇന്ത്യയുടെ കൈകളിൽ എത്തിച്ചേർന്നാൽ അത് ദക്ഷിണേഷ്യയിലെ ആകാശ പരമാധികാരത്തിൻ്റെ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരിക്കും. ഒരു യുദ്ധവിമാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നത് വെറും അതിൻ്റെ വേഗതയോ ആയുധങ്ങളുടെ ദൂരപരിധിയോ മാത്രമല്ല, മറിച്ച് അത് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ, റഡാർ ഫ്രീക്വൻസികൾ, മിസൈൽ സംയോജന രീതികൾ എന്നിവയാണ്. J-10CE വിമാനങ്ങളിൽ സജ്ജീകരിച്ചിരിക്കുന്ന അത്യാധുനിക AESC റഡാറുകളും അതിദൂര ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള PL-15 എയർ ടു എയർ മിസൈലുകളും പാകിസ്ഥാന് വ്യോമമേഖലയിൽ വലിയ മുൻതൂക്കം നൽകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ സംവിധാനങ്ങളുടെ പ്രവർത്തന രഹസ്യങ്ങൾ, അവയുടെ ഫ്രീക്വൻസികൾ, സിഗ്നൽ പ്രോസസ്സിംഗ് രീതികൾ എന്നിവ ഇന്ത്യക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ ആ വിമാനങ്ങളുടെ പ്രഹരശേഷിയെ നിഷ്പ്രഭമാക്കാനുള്ള ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങളും കൃത്യമായ പ്രതിരോധ തന്ത്രങ്ങളും വികസിപ്പിച്ചെടുക്കാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. ഇത്തരത്തിലുള്ള സാങ്കേതിക വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇന്ത്യയുടെ മുൻനിര യുദ്ധവിമാനങ്ങളായ റഫാൽ, സുഖോയ് 30 MKI എന്നിവയ്ക്ക് ആകാശ പോരാട്ടങ്ങളിൽ വ്യക്തമായ മേൽക്കൈ നൽകും. ശത്രുവിൻ്റെ റഡാറുകളുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എങ്ങനെ ആക്രമണം നടത്താമെന്നതിനെക്കുറിച്ചും ശത്രുവിൻ്റെ മിസൈലുകളെ വഴിതിരിച്ചുവിടാൻ ഏതു തരത്തിലുള്ള ഇലക്ട്രോണിക് പ്രതിരോധം തീർക്കണം എന്നതിനെക്കുറിച്ചുമുള്ള കൃത്യമായ ധാരണ സൈനിക മേധാവികൾക്ക് ലഭിക്കും. ഇത് യുദ്ധരംഗത്ത് വലിയ തോതിലുള്ള സമയലാഭവും സുരക്ഷയും ഉറപ്പാക്കാൻ സഹായിക്കും. ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെ എക്സ്പോർട്ട് വേരിയൻറ്റുകൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഭാവിയിൽ ചൈനയുമായി നേരിട്ടൊരു സംഘർഷം ഉണ്ടായാൽ പോലും അവരുടെ ആയുധ ശേഖരണത്തിൻ്റെ ദൗർബല്യങ്ങൾ കൃത്യമായി മുതലെടുക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. തദ്ദേശീയമായി പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി മുന്നേറുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ആന്തരിക ഘടനയെക്കുറിച്ച് പഠിക്കാൻ ലഭിക്കുന്ന ഏതൊരു അവസരവും വലിയൊരു മുതൽക്കൂട്ടാണ്. ചൈനീസ് പ്രതിരോധ നിർമ്മാണ മേഖലയുടെ രീതികളും സാങ്കേതിക നിലവാരവും എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്താനും സ്വന്തം ആയുധങ്ങളുടെ ശേഷി അതിനനുസരിച്ച് ഉയർത്താനും ഇത് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാനുമായുള്ള പ്രതിരോധ സഹകരണത്തിലൂടെയോ മറ്റ് മൂന്നാം കക്ഷി ഇടപെടലുകളിലൂടെയോ ചൈനീസ് വിമാനങ്ങളുടെ രഹസ്യങ്ങൾ ചോരുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തന്ത്രപരമായ തിരിച്ചടിയാകും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദേശീയ സുരക്ഷയ്ക്ക് ലഭിക്കുന്ന സമാനതകളില്ലാത്ത മുൻതൂക്കവുമായിരിക്കും ആ നീക്കം. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.